ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ മൂന്ന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് കാങ് പറയുകയാണ്. അത് കഴിഞ്ഞ് കാങ് മൂന്ന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് മൂ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുകയാണ്. മൂവാണ് കാങ്ങിനെ നിർബന്ധിച്ചിട്ട് അവന് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ വീഡിയോയും എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ ആ വീഡിയോ നോക്കുന്ന സമയത്ത് ഒരുപാട് ക്ലോസ് ആവുകയാണ്. കാങ് ഉടനെ തന്നെ കുറച്ചങ്ങ് നീങ്ങിയിരിക്കുന്നുണ്ട്. എന്നിട്ട് മൂ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാങ്ങിനെ ടാഗ് ചെയ്യാനായിട്ട് അവന്റെ യൂസർ നെയിം ചോദിക്കുമ്പോൾ കാങ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാറില്ല, അവന്റെ പാസ്വേഡ് അവൻ മറന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. മൂവാണെങ്കിൽ അവൻ പുതിയൊരു അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന്റെ പാസ്വേഡ് മൂ തന്നെയാണ് സെറ്റ് ആക്കി കൊടുക്കുന്നത്. പാസ്വേഡ് വളരെ സിമ്പിൾ ആണ് എന്നും പറഞ്ഞുകൊണ്ട് മൂ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിലും കാങ്ങിന് ആ പാസ്വേഡ് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് തിരിച്ചു പോവുകയാണ്. ആ സമയത്താണ് മൂന്റെ അമ്മ വിളിക്കുന്നതും മൂ എവിടെയാണെന്ന് ചോദിക്കുന്നതും. മൂവാണെങ്കിൽ അവന്റെ ക്രഷിന്റെ കൂടെ പുറത്തേക്ക് പോവുകയാണെന്ന് അമ്മയോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാങ്ങിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാങ് മൂനോട് ഒതുങ്ങിയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മൂ ആ കോള് കട്ടാക്കിയിട്ട്, ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തായാലും എന്റെ ബോയ് ഫ്രണ്ട് ആവും, അത് നിന്റെ അമ്മായിമ്മയാവും, ഇപ്പൊ തന്നെ പറയുന്നത് അത്രയ്ക്കും നല്ലതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാങ് ആണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്നൊക്കെ പറയുമ്പോൾ മൂ കാങ്ങിനെ ഹഗ് ചെയ്യുകയാണ്. എന്നിട്ട് ഹെൽമെറ്റില് കുറെ കിസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. കാങ്ങിനോടും അവനെ പിടിച്ചുകൊണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ സ്ഥലത്തെത്തുമ്പോൾ കാങ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. മൂ പറയാണ്, എന്നോട് അമ്മ പറഞ്ഞേക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയി പറയാനാ. ഞാൻ ഏതായാലും നിന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് എന്റെ ബോയ് ഫ്രണ്ട് ആയി തന്നെ നിന്നെ പരിചയപ്പെടുത്തും. പക്ഷെ ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ സക്സീഡ് ആയതിനു ശേഷം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത്. നെത്താണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മൂ വെറുതെ തമാശക്കൊന്നല്ല കാങ്ങിനെ നോക്കുന്നത്, അവൻ സീരിയസ് ആയിട്ട് തന്നെയാണെന്ന്. കാങ്ങും അവന് മൂന്ന് ഇഷ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്റെ അമ്മ അവനെ വിളിക്കുന്നുണ്ട്. അവന് ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് കാങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. മൂന്ന് കാങ്ങിന് ഒരുപാട് ഇഷ്ടമാണ്. മൂന്ന് കാങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാങ് പറയുന്നത് മൂ നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചതിന് ശേഷം അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തണം, എന്നാൽ മാത്രമാണ് കാങ് ഓക്കെ പറയുള്ളൂ എന്നാ. അവൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നന്നായി പഠിച്ചിട്ട് നല്ല മാർക്കൊക്കെ മേടിച്ചത്. പക്ഷെ എന്റെ ആഗ്രഹം കൂടി നടന്നാൽ മാത്രമാണ് അവൻ ഓക്കെ പറയുള്ളൂ. എന്റെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയില്ലേ, ഒരു ഐഡൽ ആവണം. അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു വലിയ ഓഡീഷൻ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്നെ ഉറപ്പായിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്റെ ആഗ്രഹവും നടക്കും, അവനെയും കിട്ടും. മൂന്റെ അമ്മയ്ക്ക് കാങ്ങിന് ഒരുപാട് ഇഷ്ടമായി. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു ഐഡൽ ആവണമെങ്കിൽ നീ നന്നായി പഠിച്ചിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ സീറ്റ് മേടിക്കണമെന്ന്. എന്നിട്ട് കോളങ്ങ് കട്ടാക്കുകയാണ്. അവിടെ കാങ് വീട്ടിലേക്ക് പോയിട്ട് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ലവ് സ്റ്റോറി പറഞ്ഞു തരാനായിട്ട് പറയുകയാണ്. അവന്റെ അമ്മയാണെങ്കിൽ അവരുടെ ലവ് സ്റ്റോറി ഒക്കെ നല്ല ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കാങ് നീ എന്തിനാ ഇപ്പോൾ ഇത് എന്നോട് ചോദിച്ചത്? നിനക്കൊരാൾ ഇഷ്ടമാണല്ലേ, അത് മൂവല്ലേ, എനിക്കതറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. കാങ് പറയുകയാണ്, അമ്മനെ ഞാൻ വീണ്ടും വിഷമിപ്പിക്കുകയാണോ? ഞാനും ഒരാണാണ്, മൂവും ഒരാണാണ്. ഞാനൊരു ആൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാങ്ങിന്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് ആരെയാണോ ഇഷ്ടം അയാളെ ഞാനും ഇഷ്ടപ്പെടും. ലവ് ചെയ്യുന്നത് ഒരു കുറ്റമൊന്നല്ലല്ലോ. നീ എന്ത് തീരുമാനം എടുത്താലും അതിന്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ കാങ്ങിന് നല്ലോണം സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ഹഗ് ചെയ്യുകയാണ്. എന്നിട്ട് കാങ് മൂവ് എഴുതി കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ആ പാസ്വേഡ് വളരെ സിമ്പിൾ ആണെന്ന് അവന് മനസ്സിലാകുന്നത്. ഐ ലവ് യു കാങ് എന്നായിരിക്കും മൂവ് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് കാങ്ങിനെ ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലായില്ല എന്ന് മാത്രം. മൂവും യോസും തേയും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒരു ഓഡീഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് അവര് സെലക്ട് ചെയ്യുകയാണ്. അവര് മൂന്നുപേരും ഒരുപാട് ഹാപ്പിയാണ്. പക്ഷെ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അടുത്ത റൗണ്ടിലേക്ക് പോകണമെങ്കിൽ പേരൻസ് സൈൻ ചെയ്യണം. പക്ഷെ മൂന്റെ അമ്മ ഒരിക്കലും സൈൻ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ കാങ്ങിന്റെ അടുത്തേക്ക് പോവുകയാണ്. മൂ കാങ്ങിന് വേണ്ടിയിട്ട് ഒരു ബാഗ് കൊടുക്കുന്നുണ്ട്. അതില് കാങ്ങിന്റെ പാസ്വേഡും തുന്നി വെച്ചിട്ടുണ്ടായിരിക്കും. ഐ ലവ് യു കാങ് എന്നാണ്. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഫസ്റ്റ് റൗണ്ടില് അവര് മൂന്ന് പേരും പാസ്സായി,
പക്ഷെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകണമെങ്കിൽ പേരൻസിന്റെ സൈൻ വേണമെന്ന്. അവന്റെ അമ്മ ഉറപ്പായിട്ടും സൈൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കാങ് സൈൻ ചെയ്യോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാങ് അതിന് സമ്മതിക്കുന്നില്ല. മൂ ഒരുപാട് പ്രാവശ്യം നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ കാങ് ആണെങ്കിൽ ഒട്ടും സൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. മൂ ഒരുപാട് സാഡ് ആവുമ്പോൾ കാങ് പറയുന്നുണ്ട്, നിന്റെ അമ്മയ്ക്ക് നീ പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ സൈൻ ചെയ്താൽ അത് ഒട്ടും ശരിയാവത്തില്ല. നിനക്ക് വേണ്ടി ഞാൻ സൈൻ ചെയ്ത് തരുന്നില്ലെങ്കിലും ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അങ്ങനെ മൂ തിരിച്ച് ക്ലാസ്സിലേക്ക് പോവുകയാണ്. മൂ ക്ലാസ്സിൽ വന്നിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ തേയും യോസും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മൂന്റെ അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് അവര് ഹെൽപ്പ് ചെയ്യാം ഒരു നല്ല പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. തേ തിരികെ വീട്ടിലേക്ക് പോയിട്ട് അവന്റെ പാരന്റ്സിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓഡീഷന്റെ കാര്യവും സൈൻ ചെയ്യേണ്ട കാര്യവും പറയുന്നുണ്ടെങ്കിലും അവന്റെ അച്ഛൻ പറയുന്നത് അവന്റെ അമ്മയും അച്ഛനും ഒരുപാട് ബിസിയാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പ് തേ തന്നെ ഇട്ടോന്നാണ്. തേക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അവന്റെ വീട്ടിൽ അവൻ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്കും അച്ഛനും ബിസിനസ് ആണ്, അവർക്ക് വീട്ടിലേക്ക് വരാൻ പോലും ഒട്ടും ടൈമില്ല. ഷോൺ കാങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ നാട് ചുറ്റി കാണിക്കാൻ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ ഷോണിന്റെ വീഡിയോയ്ക്കായിട്ട് കാങ് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാങ് ഒരാളുടെ കൂടെ പുറത്തേക്ക് പോകുന്നത് നെറ്റ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ വിചാരിക്കുന്നത് കാങ് പോകുന്നത് മൂന്റെ കൂടെയാണെന്നാണ്. എന്നാൽ അപ്പോഴത്തേക്കുമാണ് മൂന്റെ അമ്മ അങ്ങോട്ട് വരുന്നതും മൂവും അവന്റെ അമ്മയും കൂടി റൂമിലേക്ക് പോകുന്നതും. മൂന്റെ അമ്മ റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ തേയും യോസും ഉണ്ടായിരിക്കും. അവരുടെ കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കും. എക്സാം അടുത്തത് കൊണ്ട് തന്നെ അവർ 3 പേരും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത് എന്നൊക്കെയാണ് അമ്മയോട് പറയുന്നത്. റൂമിൽ മുഴുവൻ പഠിക്കാനുള്ള കാര്യങ്ങൾ ചാർട്ടിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം കാണുമ്പോൾ അവന്റെ അമ്മയ്ക്ക് ചെറിയ ഡൗട്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും അവർക്ക് പഠിക്കാനുള്ള സമയം മൂന്റെ അമ്മയായിട്ട് കളയുന്നില്ല. വേറൊരു ദിവസം വരാമെന്ന് പറയുകയാണ്. അത് കേട്ടതും തേ പറയുന്നുണ്ട്, അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ദിവസം ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വരില്ലായിരുന്നു. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓവർ വിനയം കാണിക്കുമ്പോൾ മൂന്റെ അമ്മയുടെ ഡൗട്ട് ഒന്നുകൂടി കൂടുന്നുണ്ട്. എന്നിട്ട് അവർക്ക് കഴിക്കാനായി കുറച്ച് സ്നാക്സ് മേടിക്കാനായിട്ട് പോവുകയാണ്. കാങ് ഷോണിനെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഷോണും ആ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്യുകയും കുറെ വീഡിയോസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കാങ് അവനെ പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുകയാണ്. മൂന്റെ അമ്മ തിരികെ വരുമ്പോൾ അവർ 3 പേരും ഇരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് തേനോട് ചോദിക്കുന്നുണ്ട് അവന് ആരാകാനാണ് ഇഷ്ടംന്ന്. തേ പറയുകയാണ്, എനിക്കും യോസിനും ഡോക്ടർ ആവാനാണ് ഇഷ്ടം. മൂനും ഡോക്ടർ ആവാൻ താല്പര്യമുണ്ട്. ഭാവിയിൽ ഡോക്ടർമാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത ആഴ്ച ഒരു ക്യാമ്പ് ഉണ്ട്. അതിലേക്ക് ഞാനും യോസും പോകുന്നുണ്ട്. മൂന്നും വരാൻ താല്പര്യമുണ്ടെന്നാ പറഞ്ഞത്. മൂവും പറയുന്നുണ്ട്, അതെ അമ്മേ, എനിക്കിപ്പോൾ ഐഡൽ ആകാനൊന്നും അത്ര ഇഷ്ടമല്ല. എനിക്കൊരു ഡോക്ടർ ആവണം. അമ്മയല്ലേ പറഞ്ഞത് എനിക്ക് എല്ലാ കാലവും ഐഡലാകാൻ പറ്റില്ലാന്ന്. ഡോക്ടറും കൂടി ആകുന്നത് അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാമ്പിലേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പാരന്റ്സിന്റെ സൈൻ കിട്ടിയാൽ മാത്രമാണ് ആ ക്യാമ്പിലേക്ക് കടത്തുള്ളൂ. അമ്മ എനിക്ക് സൈൻ ചെയ്തു തരൂ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പേപ്പേഴ്സ് കൊടുക്കുകയാണ്. പക്ഷെ മൂന്റെ അമ്മയാണെങ്കിൽ അത് വായിക്കാനായിട്ട് ശ്രമിക്കുകയാട്ടോ. വായിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ കള്ളത്തരവും പൊളിയില്ലേ. അപ്പോൾ തന്നെ തേ പറയുന്നുണ്ട്, അമ്മേ ഇത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ആഴ്ച ഒരു ക്യാമ്പ് നടത്തുന്നു. ഡോക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പ് ഉള്ളത്. അതിനുവേണ്ടി ചെറിയൊരു സമ്മതപത്രം അത്രേ ഉള്ളൂ. അമ്മ സൈൻ ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് സൈനൊക്കെ മേടിക്കുകയാണ്. അവർ 3 പേരും ഒരുപാട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് മൂന്റെ അമ്മ പറയുന്നത്, നിങ്ങളുടെ അഭിനയം വളരെ നന്നായിരുന്നു. പക്ഷെ മൂനെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അവനെ നിങ്ങളുടെ അത്ര നന്നായിട്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ഇനി സത്യം പറയും, നിങ്ങൾ എന്തിനാണ് എന്റെ കയ്യിൽ നിന്നും സൈൻ വാങ്ങിയത്? മൂ എന്നിട്ട് ഓഡീഷന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ വീഡിയോ സെലക്ട് ചെയ്തെന്നും അടുത്ത റൗണ്ടിലേക്ക് പോകണമെങ്കിൽ പാരന്റ്സിന്റെ സൈൻ വേണമെന്നും അതുകൊണ്ടാണ് അമ്മയുടെ കയ്യിൽ നിന്നും സൈൻ മേടിച്ചെന്നും അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇതുവരെ ഒരുപാട് ഓഡീഷന് പോയിട്ടുണ്ട്, പക്ഷെ ഒന്നിലും സെലക്ട് ചെയ്തിട്ടില്ല. ആ സമയത്ത് നീ ഒരുപാട് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയും നിന്റെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ടാണ് നീ ഒരു ഐഡൽ ആകണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഇനി എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഈ പ്രാവശ്യവും നിന്നെ സെലക്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഉറപ്പായിട്ടും ന്യൂസിലൻഡിലേക്ക് പറഞ്ഞയക്കും. പിന്നെ ഉടനെ ഒന്നും നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
ക്യാങ് തിരികെ വീട്ടിലെത്തുമ്പോൾ അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ക്യാങ് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ സ്ഥലത്തേക്ക് വീണ്ടും പോകുന്നത്. ഇന്ന് ഞാൻ ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടാക്കി, കുറെ കാര്യങ്ങളൊക്കെ ഷോണിന് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് ആർട്ട് പഠിക്കാനായിട്ട് പൊയ്ക്കൂടെ? നിന്റെ ആഗ്രഹമായിരുന്നില്ല അത്? നിന്റെ അച്ഛൻ മരിച്ചത് നീ കാരണമല്ല, നിനക്കതില് ഒരു ബന്ധവുമില്ല. 2 വർഷമായിട്ട് നീ എന്നെ സഹായിക്കാൻ എന്റെ കൂടെ തന്നെ നിൽക്കുവാണ്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. നീ നിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം. നീ വീണ്ടും നിന്റെ ആഗ്രഹം പോലെ തന്നെ ആർട്ട് സ്കൂളിലേക്ക് പോകണം. അത് കാണാനായിരിക്കും നിന്റെ അച്ഛനും ഇഷ്ടം. നീ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാങ്ങിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ രാത്രിയായി ക്യാങ്ങിന്റെ അടുത്തേക്ക് മൂ വരുന്നുണ്ട്. എന്നിട്ട് മൂന്റെ അമ്മ സൈൻ ചെയ്ത് കൊടുത്ത പേപ്പർ ക്യാങ്ങിനെ കാണിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, ക്യാങ് ഇന്ന് ആരുടെ കൂടെയാണ് പുറത്തേക്ക് പോയെന്ന്. നെത്ത് മൂനോട് പറഞ്ഞിട്ടുണ്ട് ക്യാങ് ആരുടെയോ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന്. അത് ആരുടെ കൂടെയാണെന്ന് അറിയാനാണ് മൂ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ക്യാങ് പറയുകയാണ്, അവനോടൊരാള് ഈ സ്ഥലം ചുറ്റി കാണിക്കാൻ പറ്റുമോന്ന് ഹെൽപ്പ് ചോദിച്ചു, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്തതാണെന്ന്. മൂ അപ്പോഴേക്കും പറയുന്നുണ്ട്, നീ എന്നെ ഇതുവരെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ ഇതുവരെ ഒരു ഡേറ്റിന് പോയിട്ടുണ്ടോ? എന്നെ നീ ഡേറ്റിന് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ക്യാങ് പറയുകയാണ്, ഡേറ്റിന് പോകാൻ നമ്മൾ ബോയ് ഫ്രണ്ട്സ് ഒന്നുമല്ലല്ലോ, എന്നാലും നമുക്ക് ഡേറ്റിന് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. മൂവും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോഴാണ് ക്യാങ്ങിന്റെ നെയിൽസ് ഒരുപാട് വളർന്നിരിക്കുന്നത് മൂ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൻ തന്നെയാണ് അത് കട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. ക്യാങ് ഒരുപാട് പ്രാവശ്യം വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മൂ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് മൂ ക്യാങ്ങിനോട് അവന്റെ അമ്മ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂ ഇപ്രാവശ്യം സെലക്ട് ആയില്ലെങ്കിൽ അവന് ന്യൂസിലൻഡിലേക്ക് പറഞ്ഞയക്കും എന്ന് കേൾക്കുമ്പോൾ ക്യാങ് പറയുന്നുണ്ട്, മൂന്ന് എന്തായാലും ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് മൂ തിരികെ റൂമിലേക്ക് വന്നിട്ട് ഷോണിനെ വിളിക്കുന്നുണ്ട്. ആ ഓഡീഷനെ കുറിച്ചിട്ടും അതിന്റെ റൂൾസിനെ കുറിച്ചിട്ടും ഷോണിന് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കാനാണ് വിളിക്കുന്നത്. ഇപ്രാവശ്യം അവനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ അവന്റെ അമ്മ ന്യൂസിലൻഡിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെയാണെങ്കിൽ അവന് ക്യാങ്ങിനെ പിരിയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഷോൺ പറയുന്നുണ്ട് ക്യാങ്ങിന്റെ ഫോട്ടോ അയച്ചു തരാൻ. പക്ഷെ മൂവാണെങ്കിൽ ഫോട്ടോസ് ഒന്നും അയച്ചു കൊടുക്കുന്നില്ല. ഷോണും പറയുന്നുണ്ട് അവനൊരാൾ ഇഷ്ടമാണെന്ന്. എന്നിട്ട് അവൻ ക്യാങ്ങിന്റെ ഫോട്ടോയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓഡീഷന്റെ തലേദിവസം അവർ 3 പേരും ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തേ തളർന്നിരിക്കുമ്പോൾ യോ ആണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് മൂന്ന് മനസ്സിലാകുന്നുണ്ട് യോക്ക് തേനെ ഇഷ്ടമാണെന്ന്. അങ്ങനെ തേയും യൂസും തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. മൂ വീണ്ടും ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ക്യാങ് വരുന്നതും മൂനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും. ആ സ്ഥലം മൂന്ന് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാങ് പറയുകയാണ്, എനിക്ക് പെയിന്റിങ് ഒരുപാട് ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. പെയിന്റിങ്ങിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ 2 വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാറില്ല. ഞാൻ പെയിന്റ് ചെയ്യുന്നതും ഒരു ആർട്ടിസ്റ്റ് ആവുന്നതും എന്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ഒരു ടാബ്ലറ്റ് വാങ്ങി തിരികെ വരുമ്പോഴാണ് എന്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം ആ ടാബ്ലറ്റ് ഞാൻ തൊട്ടിട്ടുമില്ല. പിന്നെ എനിക്ക് ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുമില്ല. ആ സമയത്ത് മൂന്ന് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ക്യാങ് ആ ദിവസം അവന്റെ ടാബ് മേടിക്കാതിരുന്നേന്നും മൂന്നോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നും. ക്യാങ് വീണ്ടും പറയാണ്, പക്ഷെ എന്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ മാറ്റി. ഞാൻ വീണ്ടും ഒരു ആർട്ട് കോളേജിലേക്ക് പോവുകയാണ്. ബാങ്കോക്കിലെ നല്ല യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. മൂ ചോദിക്കുകയാണ്, ക്യാങ് ബാങ്കോക്കിലേക്കാണോ പോകുന്നതെന്ന്? നിന്റെ ഇവിടുത്തെ പഠിപ്പ് കഴിഞ്ഞാൽ നീ തിരികെ ബാങ്കോക്കിലേക്ക് പോകില്ലേ? അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് വരും. പക്ഷേ നീ ന്യൂസിലൻഡിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഓഡീഷനിൽ നീ ജയിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ മൂന്ന് ഒരുപാട് സന്തോഷാവാണ്. യോസ് ഇന്ന് തേന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവൻ കുളിച്ച് തിരികെ വരുമ്പോഴാണ് തേ ഉറക്കത്തിൽ ഒരുപാട് കരയുന്നത് ശ്രദ്ധിക്കുന്നത്. യോ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. തേ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പറയുകയാണ്, അവന് ആരുമില്ല, അവന്റെ പാരന്റ്സിന് പോലും അവന് വേണ്ട. യോ ഒരിക്കലും തേനെ വിട്ട് പോകരുതെന്ന്. എന്നിട്ട് തേ വീണ്ടും വീണ്ടും കരയുകയാണ്. യോ ആണെങ്കിൽ അവന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ക്യാങ് മൂന്ന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സെലക്ട് ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു ചെറിയ കിസ്സും കൊടുക്കുകയാണ്. മൂ പറയുന്നുണ്ട് മൂനെ ഒരു ചെറിയ കിസ് കിട്ടുകയാണെങ്കിൽ അവന്റെ എനർജിയും കോൺഫിഡൻസും ഒരുപാട് കൂടുന്നു. അങ്ങനെ ക്യാങ് മൂന്നും ചെറിയൊരു കിസ്സൊക്കെ കൊടുക്കുകയാണ്. അവര് 2 പേരും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെയാണ് മൂന്റെ ഓഡീഷൻ.
അവൻ സെലക്ട് ആവോ? അവന്റെ അമ്മ അവനെ ന്യൂസിലൻഡിലേക്ക് പറഞ്ഞയക്കോ? ഇനി എന്തൊക്കെ ഉണ്ടാവാ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.